ഹായ് മേറ്റ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചു അവർക്ക് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇങ്ങോട്ടേക്ക് വരാനുള്ളതെന്ന്. അപ്പോൾ ഞാൻ വെച്ചൊരു ചെറിയൊരു വീഡിയോ ആക്കി ഇടുവാണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഓസ്ട്രേലിയക്ക് വരാനുള്ള കുറച്ച് വിസ കാറ്റഗറീസിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പം ഓസ്ട്രേലിയ എന്നല്ല മറ്റ് ഏത് രാജ്യത്തേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നോ അവിടുത്തെ കൾച്ചറും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അനുസരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കയറി വരിക. ആദ്യത്തെ വിസ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയാണ്, സബ് ക്ലാസ് 500. അപ്പം നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ആദ്യം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വിസയാണ് സ്റ്റുഡൻറ്റ് വിസ. മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് റിജക്ഷൻ കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള റിക്വയർമെൻ്റ് ഒക്കെ മീറ്റ് ചെയ്യുവാണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വിസ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും കോഴ്സ് തിരഞ്ഞെടുക്കുമ്പം നമുക്ക് PR കിട്ടാൻ ചാൻസ് ഉള്ള വിഷയങ്ങൾ എടുത്ത് ഇവിടെ വന്ന് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റ് വിസേൻ്റെ കാലാവധി കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ബാക്ക് കാലാവധിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഒരു ലോങ് റണ്ണിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ എപ്പോഴും PR കിട്ടാൻ ചാൻസസ് ഉള്ള കോഴ്സ് എടുത്ത് പഠിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കത് ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് PR പ്രോസസ്സാണ്. അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 4 കാറ്റഗറീസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 190, 189, 491, അതുപോലെ തന്നെ 186. ഈ 4 വിസ കാറ്റഗറീസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓരോന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം എന്തൊക്കെയാണ് ഓരോ വിസ കാറ്റഗറി എന്നും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 190 വിസയാണ്. 190 വിസ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് നോമിനേറ്റഡ് വിസയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയ 6 സ്റ്റേറ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ആ 6 സ്റ്റേറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓരോ വർഷവും ഓരോ സ്റ്റേറ്റിനും ഇത്ര ക്വാട്ടാസ് കൊടുത്തിട്ടുണ്ട് മൈഗ്രൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്. അതിൽ ഓഫ് ഷോർ ഉള്ള, അതായത് നമ്മൾ ഓസ്ട്രേലിയ കറൻ്റ് ഇല്ലാത്ത പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഈ 6 സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ അവരിപ്പം PRലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവർ ഓൺഷോർ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഓൺഷോറുകാർക്ക് അവർ ഏത് സ്റ്റേറ്റിലാണോ കറൻ്റ് ഉള്ളത് ആ സ്റ്റേറ്റിൽ മാത്രമാണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ 190 വിസയിൽ നിങ്ങളിപ്പം അപ്ലൈ ചെയ്ത് നിങ്ങളെ സ്റ്റേറ്റ് നിങ്ങളെ ഇൻവിറ്റേഷൻ തന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് എന്താ, 1 ഇയർ നിങ്ങൾ ആ സ്റ്റേറ്റിൽ താമസിച്ച് ജോലി ചെയ്യണമെന്നാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്. അപ്പം നിങ്ങൾ PR പ്രോസസ്സിൽ 190 ഓപ്ഷൻ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്റ്റേറ്റിനെ പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്തതാണ് 189. ഈ PR പ്രോസസ്സുകൾ ഉള്ള എല്ലാ കാറ്റഗറിയിലും അത് സ്കിൽഡ് മൈഗ്രേഷനാണ്. അപ്പം PR പ്രോസസ്സിലുള്ള ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ എലിജിബിലിറ്റി നിങ്ങൾ അതിൻ്റെ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്ന ആ ഒക്യുപ്പേഷൻ ലിസ്റ്റ് അതിലുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്, അതും മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് PRലേക്ക് പ്രോസസ്സിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ PR പ്രോസസ്സ് എന്ന് പറയുന്നത് പോയിന്റ് ബേസ്ഡ് ആണ്. ഇപ്പം ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണോ ഉള്ളത് അവർക്കാണ് കൂടുതൽ ചാൻസ് ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് 189 എന്ന് പറഞ്ഞ വിസേനെ പറ്റി നമുക്ക് കുറച്ച് കൂടുതൽ നോക്കാം. ഈ 189 എന്ന് പറഞ്ഞ വിസ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി താമസിക്കാം, എവിടെ വേണമെങ്കിലും പോയി നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഈ 190 പോലെ നിങ്ങൾ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ തന്നെ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ 189 നിങ്ങൾ ആ സ്കിൽഡിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 189ൽ ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് വർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. PRലെ അടുത്ത വിസ കാറ്റഗറിയാണ് 491. 491 എന്ന് പറയുന്നത് റീജിയണൽ സ്കിൽഡ് വിസയാണ്. നിങ്ങൾക്ക് സ്കില്ലുണ്ടായിരിക്കണം, ആ ഒക്യുപ്പേഷണൽ ലിസ്റ്റിൽ ഉണ്ടായിരിക്കുകയും ചെയ്യണം. പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് ജീവിക്കാനും പറ്റുന്നത് റീജിയണൽ ഏരിയാസ്. ഇപ്പോൾ റീജിയണൽ ഏരിയാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഡ്നി, മെൽബൺ, ബ്രിസ്ബെൻ ഈ 3 സിറ്റികളിലോ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. അല്ലാത്ത എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓസ്ട്രേലിയയുടെ ഏത് റീജിയണൽ ഏരിയയിൽ നിങ്ങൾക്ക് പോയി താമസിക്കുകയും അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്യണം. ഈ വിസ നിങ്ങൾക്ക് ഗ്രാൻഡ് ആയിട്ടുണ്ടെങ്കിൽ മിനിമം 3 ഇയേഴ്സ് ആ റീജിയണൽ ഏരിയയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ താമസിച്ച് അവിടെ ജോലി ചെയ്തിരിക്കണം. എന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഫുൾ PR എന്ന് പറയുന്നത് 191 എന്ന് പറഞ്ഞ വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 5 ഇയേഴ്സ് വിസയാണ് 491 എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഈ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗവൺമെൻറ് നിങ്ങൾക്ക് PR അത് 191 വിസ തരില്ല. അപ്പം ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ റീജിയനിൽ പോയി താമസിച്ച് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ 491 അപ്ലൈ ചെയ്യും.
PR പ്രോസസ്സിൽ വരുന്ന അടുത്ത കാറ്റഗറിയാണ് 186. 186 എന്ന് പറഞ്ഞാൽ എംപ്ലോയർ സ്പോൺസേഡ് വിസയാണ്. നിങ്ങൾ നല്ല ഹൈലി സ്കിൽഡ് ആയ ഒരാളാണെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു എംപ്ലോയർ നിങ്ങൾക്ക് വിസ തന്ന് ഓസ്ട്രേലിയയിൽ കൊണ്ടുവരുന്നതിനാണ് 186 വിസ എന്ന് പറയുന്നത്. പക്ഷേ ഇതും കുറച്ച് റിക്വയർമെൻ്റ് ഉണ്ട്. ഇവിടെ കറൻ്റ്ലി ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു സ്കിൽഡ് ആയ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എംപ്ലോയറിന്. എങ്കിൽ മാത്രമാണ് അവർ പുറത്തുനിന്ന് ആളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഈ വിസ തന്ന് കൊണ്ടുവരികയുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കിട്ടാൻ ചാൻസ് അധികം ഇല്ലാത്തൊരു വിസയാണ്. പക്ഷേ എന്നാലും കിട്ടുന്നവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതാകുമ്പോൾ നമുക്ക് അധികം പൈസ മുടക്കില്ലാത്ത ഒരു വിസയാണ് 186. നിങ്ങളൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക, എംപ്ലോയർ നിങ്ങളെ സ്പോൺസർ ചെയ്ത് നിങ്ങളെ ഓസ്ട്രേലിയയിൽ കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ് 186. അടുത്ത വിസ ഓപ്ഷൻ എന്ന് പറയുന്നത് 482 ആണ്. ഇതൊരു ടെമ്പററി സ്കിൽഡ് വിസയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല 186 പറഞ്ഞില്ല, അതെന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് സ്കിൽഡ് വിസയാണ്. ഇത് ടെമ്പററി ആണ്. ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിലേക്ക് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യിക്കുന്ന ഒരു വിസയാണ് 482. ഇത് ടെമ്പററി വിസയാണ്. ചിലപ്പോൾ അത് 2 years ആകും. പിന്നെ അതിനുശേഷം അവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ചില എംപ്ലോയീസ് ആണെങ്കിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷേ നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല. അതൊരു ടെമ്പററി വിസയാണ്. അതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വർക്ക് ആൻഡ് ഹോളിഡേ വിസയാണ്. അത് 462 ആണ് വിസയുടെ നമ്പർ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ചിലവില്ലാതെ നമുക്ക് ഓസ്ട്രേലിയക്ക് വരാൻ പറ്റുന്ന ഒരു വിസയാണ്. ഇതിനധികം പൈസ മുടക്കില്ല കമ്പയർ ടു അതർ ഞാൻ മുമ്പ് പറഞ്ഞ വിസകൾ വെച്ച് നോക്കുമ്പോൾ ഇതിനധികം പൈസ കുറവാണ്. പക്ഷേ ഇത് ബാലറ്റ് സിസ്റ്റമാണ്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. $25 അപ്ലൈ ചെയ്യുന്നതിന്. അതിനുശേഷം അത് ബാലറ്റ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വരും. നിങ്ങൾ സെലക്ട് ആവണമെങ്കിൽ ഇൻവിറ്റേഷൻ വരും. പിന്നെ നിങ്ങൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാം. വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇടുക. അവർ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വന്ന് 1 year നിങ്ങൾക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. 3 വർഷം വരെ നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാനൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരോട് ഞാൻ കുറച്ച് പേരായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് 462 അതായത് വർക്ക് ആൻഡ് ഹോളിഡേ വിസയെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിവിടെ നമുക്ക് ഓൾറെഡി വന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫേസ് ടു ഫേസ് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് നമുക്ക് സംസാരിച്ച് അങ്ങനെ ഒരു വീഡിയോ കൂടി ഞാൻ വേണമെങ്കിൽ യൂട്യൂബ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ മേൽപ്പറഞ്ഞ ഇത്രയും വിസസാണ് മെയിനായിട്ട് ഓസ്ട്രേലിയക്ക് വരാൻ നമുക്കുള്ള ഓപ്ഷൻസ്. അപ്പം നിങ്ങൾക്ക് പറ്റിയ വിസ ഏതാണെന്ന് നിങ്ങൾ ഈ പറഞ്ഞ വിസകളിൽ നോക്കുക. അതുപോലെ ഇതിൻ്റെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിങ്കുകൾ കുറച്ച് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മാറാ രജിസ്റ്റേർഡ് ആയ ഏതെങ്കിലും ഏജൻറ്റുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അത് ഓരോരുത്തരും പേഴ്സണലാണ്. നിങ്ങൾക്ക് ഏജൻസി വഴി പോകണമെങ്കിൽ ഏജൻസി വഴി പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ചെയ്യുന്നവർക്ക് സ്വന്തം ചെയ്യാം. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത വിസ ഓപ്ഷൻസ് ആണ് ഓസ്ട്രേലിയക്ക് വരാനുള്ള ബെസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പർട്ടിക്കുലർ വിസയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പിങ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സിയ.